السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وصحبه الفائزين. أما بعد، يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ബഹുമാനവും ആദരവും നിറഞ്ഞ ഉസ്താദന്മാർ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അല്ലാഹു തആല നമ്മേവരുടെയും ഈ ഒരുമിച്ചുകൂട്ടം കബൂലാക്കി അനുഗ്രഹിക്കട്ടെ. എന്നിൽ അർപ്പിതമായ വിഷയം താജുസ്വലാത്ത്, സ്നേഹത്തിൻ്റെ തുലാമയ എന്നുള്ളതാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ മഹാന്മാർ നമുക്ക് മാർഗദർശനം നൽകിയത് ഒന്ന് മാത്രമുള്ളൂ. അത് മുഹബ്ബത്തുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അകമയിഞ്ഞ സ്നേഹമാണ്. അതുകൊണ്ട് തന്നെ ആശിഖുർ റസൂൽ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഹുബ്ബുൻ നബി വമദ്ഹുഹു ഖൈറുൽ അമൽ. അഅമാലുകളിൽ ഏറ്റവും മഹത്വമുള്ള അമൽ അത് മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കലാണ്, ആ തങ്ങളെ മദ്ഹ് ചെയ്യലാണ്. അത് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അക്സിറൂ മിൻ സ്വലാത്തി അലയ്യ. നിങ്ങൾ എൻ്റെ മേൽ ധാരാളം സ്വലാത്ത് വർദ്ധിപ്പിക്കുക. തങ്ങളുടെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിച്ചവൻ ദുനിയാവിലും ആഖിറത്തിലും തങ്ങളുടെ പൊരുത്തമുണ്ടാകുന്നതാണ്. മാത്രമല്ല, സ്വലാത്ത് കൊണ്ട് എല്ലാത്തിനും പരിഹാരമാണ്. ആ കൂട്ടത്തിൽ താജുസ്വലാത്ത് വലിയ മഹത്വമുള്ളതാണ്. യമനിൽ ജനിച്ച ഷേഖ് അബൂബക്കർ ഇബ്നു അൽ അലാവി റളിയല്ലാഹു അൻഹു രചിച്ചതായ ഈ താജുസ്വലാത്ത് ആ പേരിൽ തന്നെ സൂചിപ്പിക്കുന്നത് പോലെ സ്വലാത്തുകളുടെ കിരീടമാണ് ഈ സ്വലാത്ത്. اللهم صل على سيدنا محمد صاحب التاج والمعراج والبراق والعلم എന്ന് തുടങ്ങുന്ന ഈ താജുസ്വലാത്തിന് വലിയ മഹത്വമുണ്ട്. മാത്രമല്ല, ഈ സ്വലാത്തിൻ്റെ ഉടനീളം തങ്ങളുടെ ഒരുപാട് സിഫത്തുകൾ പറഞ്ഞതും തങ്ങൾ പുകഴ്ത്തിയതൊക്കെ നമുക്ക് കാണാം. സ്വാഹിബി താജി വൽ മിഅ്റാജി, തങ്ങളെ കുറിച്ച് പറഞ്ഞില്ലേ, അതേ കിരീടമുടയവരായ തങ്ങളാണ്. എന്നിട്ടതേ വൽ മിഅ്റാജി, മഹാനായ ബുസൂർ ഇമാമതേ പറഞ്ഞില്ലേ, സറൈത മിൻ ഹറമീൻ ലൈലൻ ഇലാ ഹറമീ കമാ സറൽ ബദ്ര ഫീ
ദാജിം മിനൽ ളുലമി. അതേ തങ്ങൾ ഇസ്രാ മിഅ്റാജ് നടത്തിയ ആ രാത്രിയെ കുറിച്ചിട്ടാണ് സ്വാഹിബി താജ് വൽ മിഅ്റാജ് എന്ന് പറഞ്ഞത്. ഇങ്ങനെ തുടങ്ങി ഈ സ്വലാത്തിൽ അതേ തങ്ങളെ കുറിച്ച് ധാരാളം സിഫത്തുകൾ പറഞ്ഞത് നമുക്ക് കാണാം. തങ്ങളെ അടുത്തവർക്ക്, തങ്ങളെ സ്നേഹിച്ചവർക്ക് എല്ലാത്തിനും പരിഹാരമുണ്ട്. ദാഫിഉൽ ബലാഇ വൽ വബാഇ വൽ ഖഹ്തി വൽ മറളി വൽ അലം. അതേ എന്ത് രോഗമുണ്ടെങ്കിലും എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും എല്ലാത്തിനും പരിഹാരമാണ് സ്വലാത്ത്. നമുക്ക് തന്നെ നൂറുകണക്കിൽ അനുഭവങ്ങളില്ലേ. വൈദ്യന്മാർ പോലും രോഗികളെ കൈവെടിഞ്ഞപ്പോൾ സ്വലാത്ത് മജ്‌ലിസുകളുടെ മുഖേന ശിഫാ കിട്ടിയ അതെത്രയെത്ര വിഷയങ്ങൾ നാമൊക്കെയും അനുഭവിച്ചവരല്ലേ. അതുകൊണ്ടോ സുഹൃത്തുക്കളെ, സ്വലാത്ത് പതിവാക്കണം. സ്വലാത്ത് പതിവാക്കിയവൻക്ക് ധാരാളം ശ്രേഷ്ഠതകളുണ്ട്. അതല്ലേ ഈ താജ് സ്വലാത്ത് ആരെങ്കിലും പതിവാക്കിയാൽ പൈശാചികമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ഇതിൽ നിന്ന് മാറി നിൽക്കുമെന്ന് മഹാന്മാർ പറയുന്നുണ്ട്. മാത്രമല്ല തങ്ങളെ കുറിച്ചതേ പറഞ്ഞില്ലേ, ഷഫീഉൽ മുദ്നിബീൻ. ആരെത്ര ദോഷ ചെയ്താലും തങ്ങളുടെ അടുക്കൽ പോയാൽ തങ്ങൾ മാപ്പ് കൊടുക്കും. അതല്ലേ റഹ്മത്തൽ ലിൽ ആലമീൻ. അതേ നമുക്കറിയില്ലേ, അതേ കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു. അതേ ആരായിരുന്നു കഅബ് ഇബ്നു സുഹൈർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആദ്യ കാലഘട്ടത്തിൽ ഏറെ കൂടുതൽ ആക്ഷേപിച്ച ഒരാളായിരുന്നു കഅബ് ഇബ്നു സുഹൈർ. അതേ എവിടത്തോളം എന്ന് പറഞ്ഞാൽ തങ്ങൾ പോലും അതേ ആജ്ഞാപിച്ചിരുന്നു, കഅബിനെ കണ്ട സ്ഥലത്തിൽ കൊല്ലണം എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഉണ്ടായിരിക്കെ ഒരു ദിവസം കഅബ് ഇബ്നു സുഹൈർ അതേ തങ്ങളുടെ അടുക്കൽ വന്നതേ മാപ്പ് ചോദിച്ചപ്പോ റഹ്മത്തൽ ലിൽ ആലമീനായ തങ്ങൾ മാപ്പ് കൊടുത്തില്ലേ. അതുകൊണ്ട് ഓ സഹോദരന്മാരെ, നമുക്ക് ഏറ്റവും ഒരു വലിയ പിടിവള്ളി എന്നുള്ളതാണ് സ്വലാത്ത്. അതിനെ നാം എല്ലാ ദിവസവും പതിവാക്കണം. നാം നിസ്കരിക്കുന്നതായ നിസ്കാരം, നമ്മുടെ നോമ്പുകൾ, നാം ഓതുന്നതായ ഇബാദത്തുകൾ, ഇതെല്ലാം ശരിയാകണമെങ്കിൽ ഇതിനെല്ലാം നിബന്ധനകളുണ്ട്, ഇതിനെല്ലാം ഷർത്തുകളുണ്ട്. എത്രമാത്രം ഖബൂലിയത്താണെന്നറിയില്ല. അതേ സമയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് പറഞ്ഞാൽ അതിന് വലിയ ഖബൂലിയത്താണ്. അതുകൊണ്ട് തന്നെ മുൻഗാമികളായ മഹാന്മാർ അവർ അവരുടെ ജീവിതത്തിൽ സ്വലാത്തിനെ പതിവാക്കിയിരുന്നു. അതുകൊണ്ടല്ലേ യാ അയ്യുഹൽ മുസ്താഖൂന ബിനൂരി ജമാലിഹി, തങ്ങളെ കാണാൻ ആഗ്രഹമില്ലാത്തവരാരാ? ഏതൊരു മുഅ്മിനിനും തങ്ങളെ കാണാനുള്ള ആഗ്രഹമുണ്ട്. ആ തങ്ങളെ കാണണോ? സല്ലൂ അലൈഹി വആലിഹി. ധാരാളം സ്വലാത്ത് വർദ്ധിപ്പിക്കുക, വർദ്ധിപ്പിച്ച് അതേ അവസാനം ഒരു ദിവസം കിടന്നിറങ്ങുന്ന സമയത്ത് സ്വപ്നത്തിൽ അതേ സബ്സെ ഔലാ വഅലാ ഹമാറാ നബി, സബ്സെ ബാലാ വഅലാ ഹമാറാ नबी, अपने मौला का प्यारा हमारा नबी, दोनों आलम का दूल्हा हमारा नबी. ആ തങ്ങളെ കാണാനൊരു ഭാഗ്യം ലഭിച്ചാൽ നാം എന്തുമാത്രം സൗഭാഗ്യമുള്ളവരായി. അതേ നാളെ ഖബറിൽ കിടക്കാനില്ലേ? തങ്ങളതേ പറയുന്നു, ആ ഇരുട്ടറയുള്ള ഖബറിൽ ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ ഫഇന്ന സ്വലാത അലയ്യ
നൂറും ഫിൽ ഖബ്രി. ആരെങ്കിലും നിന്റെ മേൽ സ്വലാത്ത് പതിവാക്കിയാൽ നാളെ ഒറ്റക്ക് ഖബറിൽ കിടക്കുമ്പോ ഈ സ്വലാത്ത് നമുക്കവിടെ പ്രകാശമായിട്ട് ലഭിക്കും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അതിനെല്ലാത്തിനും താജ് സ്വലാത്ത് നല്ലതാണ്. ഖാല അശ്ശൈഖു ഹസനു ശദ്ദാദ് ഫീ കിതാബിഹി, അതേ ശദ്ദാദ് റളിയല്ലാഹു അൻഹു പറയുന്നു, വമിനൽ മുജറബാതി ലിറുഅയതി സയ്യിദിന സദാതി ഫിൽ മനാമി അലൈഹി സ്വലാത്തു വസ്സലാം. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ? എന്നാൽ താജ് സ്വലാത്ത് പതിവാക്കുക. ഒരു മാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച ഇശാ നിസ്കാരം കഴിഞ്ഞ ഉടനെ ഖിബ്ലക്ക് മുന്നിട്ട് താജ് സ്വലാത്ത് 70 തവണ പറഞ്ഞ്, എന്നിട്ട് തുടർച്ചയായിട്ടുള്ള ദിവസങ്ങളിൽ 11 ദിവസം താജ് സ്വലാത്ത് പതിവാക്കിയാൽ ഹബീബായ നബി തങ്ങളെ കാണാൻ സൗഭാഗ്യം ലഭിക്കും എന്ന് മഹാന്മാരൊക്കെയും അവരുടെ അനുഭവം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല ആ തൗഫീഖുള്ളവരുടെ കൂട്ടത്തിൽ നമ്മേവരുടെയും ഉൾപ്പെടുത്തട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.